ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി ഉഴുന്നും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായിട്ട് അരി വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അരി ഇവിടെ നല്ലോണം കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് പകുതി അരി മാറ്റി കൊടുക്കാം. ഞാൻ 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു പിടി അളവിൽ മാത്രമേ ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. സാധാരണ അപ്പത്തിന് അരയ്ക്കുമ്പോൾ അധികമായിട്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാനിവിടെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ ചോറും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിലും താഴെ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരി സോക്ക് ചെയ്യാൻ യൂസ് ചെയ്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു തിക്നെസ്സിൽ വേണം അരച്ചെടുക്കാൻ. ഇനി രണ്ടാമത്തെ ബാച്ച് അരയ്ക്കാൻ വേണ്ടിയിട്ട് അരിയെല്ലാം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 1/2 ടീസ്പൂണും 1/2 ടീസ്പൂൺ പഞ്ചസാരയും പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് അതും നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി മാവ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്ക് തീരെ സമയമില്ലെന്നുണ്ടെങ്കിൽ ഒരു 5-6 മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ രാവിലെ മാവൊക്കെ നല്ല പുളിച്ച് പൊങ്ങി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് വെള്ളം കുറവാണെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുത്ത് ലൂസാക്കി എടുക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പച്ചട്ടിയിലേക്ക് ഓരോ തവി മാവായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് അല്പം മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 1 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായി പോയിട്ടുള്ളവർ ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്